ഗൈസ് അപ്പോൾ നമ്മളിത് ഒന്ന് പാല് ഇറക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അപ്പു ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ എന്താ അകിടൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാല് ഇറക്കാം. അപ്പോൾ നമുക്ക് തൊഴുത്ത് ക്ലീൻ ചെയ്തിട്ട് പാല് ഇറക്കാം. അപ്പോൾ അകിട് കഴുകിയിട്ടുണ്ട്. അപ്പോൾ അകിട് കഴുകിയ വെള്ളം കൊണ്ട് തന്നെ അടിച്ചു വിട്ട് പിന്നെ കുടിക്കാൻ വെച്ച കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതും ഒഴിച്ച് നന്നായി ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ തൊഴുത്ത് നന്നായി ക്ലീൻ ചെയ്തിട്ട് വേണം കേട്ടോ പാല് ഇറക്കാൻ വേണ്ടിയിട്ട്. ഞാൻ മുമ്പേ അകിട് കഴുകിയിട്ടോ, പക്ഷേ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ആരും വീഡിയോ എടുത്തു തരാനില്ലാത്തതുകൊണ്ട് ഞാൻ ഫോൺ ഒരുപാട് സെറ്റ് ചെയ്ത് വെച്ചിട്ടാട്ടോ എടുത്തത്. അത് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ പല ഭാഗങ്ങളും ഇല്ല. അപ്പു വരുന്നതൊക്കെ അതിലുണ്ടായിരുന്നു, പക്ഷേ സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് പറ്റിയില്ല കേട്ടോ. പിന്നെ ഞാനതൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് അപ്പു വന്നിട്ടുള്ള പിന്നെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പതിയെ തന്നെയായിട്ട് കറക്കണം. എനിക്ക് നല്ല സ്പീഡിൽ കറക്കാനും കിട്ടുന്നില്ല. കുറേ ആയിട്ട് കറക്കാത്തത് കൊണ്ടാണ് തോന്നുന്നു. സ്പീഡിൽ കറക്കുമ്പോൾ വേഗം കഴിയില്ല. ഞാൻ തന്നെ കറന്ന് എൻ്റെ കൈയൊക്കെ നന്നായി പെയിൻ എടുക്കണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ അപ്പു വന്നപ്പോൾ പിന്നെ ഞാൻ അപ്പൂൻ്റെ കയ്യിൽ കറക്കാൻ കൊടുത്തിട്ട് മാറിയിട്ടാ വന്നിട്ട് പാല് കറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കമ്പ് കറന്ന് കഴിയുമ്പോഴേക്കും തുടങ്ങുമ്പോഴേക്കും അപ്പു പോകുന്നത്. അപ്പോൾ അപ്പു ആണ് കേട്ടോ കറന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെയൊക്കെ രണ്ടാളിനെ അഴിച്ച് പുറത്ത് കെട്ടിയിട്ട് വേണം നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറേ ദിവസത്തിന് ശേഷമായിട്ടൊന്ന് പാല് കറന്നത്. അപ്പോൾ ഗൈസ് ഇതാ കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ പാല് കറന്നത്. എനിക്ക് വലുതായിട്ട് കിട്ടാണ്ടായി, കാരണം കുറേ കറക്കാണ്ട് കറക്കുമ്പോൾ കൈയൊക്കെ വേദനിക്കുക, അതുപോലെ തന്നെ കുറേ ടൈം എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ വന്നപ്പോൾ അതാ ഫാസ്റ്റിൽ കറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം മിക്കൂസിനെയും കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പാലിങ്ങനെ കറന്ന് നോക്കിയതാണ്. അപ്പോൾ അവൻ തരക്കേടിൻ്റെ പ്രശ്നമൊന്നും ഇല്ലാണ്ട് നിന്നതുകൊണ്ട് ഞാൻ പാല് കറന്നാണ്. പിന്നെ അപ്പു എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അപ്പു ഇതാ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പു കളിക്കുന്നവിടെ നിന്ന് ഓടിക്കൊണ്ട് വന്നിട്ടാണ് പാലൊക്കെ കറന്നു തരുന്നത്. ഇല്ലേ പൂ? കളിനെക്കുറിച്ചൊന്നും ചോദിക്കണ്ട, കളിയിലൊക്കെ ഞങ്ങൾ എല്ലാം ജയിച്ചിട്ടാണ് വന്ന് പാല് കറക്കണില്ലേ പൂ? അപ്പു ഇതാ ഞാൻ ഒരു കമ്പ് കറന്നുകൊണ്ട് അപ്പുവിന് കോസ്റ്റ്യൂം പോലും മാറിയിട്ടില്ല. ചെരുപ്പ് എന്തൊക്കെ ഇട്ടൊന്ന് ക്രിക്കറ്റ് താരമാണെങ്കിൽ കൂടെ ഞങ്ങൾ പാല് കറന്നിട്ടാണ് പാല് കറവ് വിട്ടിട്ടൊന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഫാസ്റ്റിൽ കറക്കണം. എനിക്ക് ഇത്ര ഫാസ്റ്റിൽ കിട്ടാണ്ടായി. അല്ലെങ്കിൽ ഞാനായിരുന്നു മുമ്പ് എക്സ്പേർട്ട്, ഇപ്പോൾ അപ്പു എക്സ്പേർട്ട്. പിന്നെ നമുക്ക് ഇവിടെയൊക്കെ തണലാവുമ്പോൾ പിന്നെ അഴിച്ച് കേട്ടോ. അപ്പോൾ ഇവിടെ ഫുൾ വെയിലാണ് കണ്ടോ. അപ്പോൾ ഇവിടെ രണ്ട് സൈഡും വെയിലാണ്, അതുകൊണ്ട് പിന്നെ അഴിച്ച് കേട്ടോ. അത് കുറച്ച് നേരം കഴിഞ്ഞ് ഈ വെയിൽ തൊഴുത്തിലോട്ട് പോവും, ഇവിടെ എല്ലാം തണലാവും ചെയ്യണ്ട. അപ്പോൾ പിന്നെ അഴിച്ച് കെട്ടിയിട്ട് വേണം നമുക്ക് തൊഴുത്തൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവർ പറഞ്ഞില്ലേ ഞാൻ പാല് ഇറക്കണം കണ്ടിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പാല് ഇറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരമാണെങ്കിലും വലിച്ചു തരാം. കുറച്ച് നേരമാണെങ്കിലും ഞാൻ പാല് ഇറക്കുന്ന വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണുക. മിക്കൂന് കൊയ്യാക്ക വലിച്ചു കൊടുക്കട്ടെ കേട്ടോ. മറുപടി നിൽക്ക് വലിച്ചു തരാം. നോക്ക് ഉണ്ടായ കൊയ്യാക്കേണ്ട നല്ല വലുപ്പമുണ്ട് കേട്ടോ. വലിച്ചുകൊണ്ട് കാണിച്ചു തരാം ഗൈസ്. നമുക്ക് ഇതാ നമ്മുടെ കൊയ്യാക്ക മരത്തിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ, നല്ല കൊയ്യാക്ക. അപ്പോൾ അത് കഴുകിയിട്ടുണ്ട്. നമ്മുടെ ഈ മരത്തിൽ ഇഷ്ടം പോലെ ഇത്തവണ കൊയ്യാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മിക്കൂര് നല്ല പഴുത്ത് നോക്കി കൊടുക്കാം കേട്ടോ. ഇന്ന് മിക്കൂ കഴിച്ചു നോക്ക്. ഇത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഒന്നും കൂടെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല കൊയ്യാക്കാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ കൊയ്യാക്ക വേണം, നല്ല മധുരമുണ്ട്. മിക്കും കൊയ്യാക്ക കഴിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. അമ്മ കുഞ്ഞുവിന് വേണം. പാത്രം എവിടെ വയ്ക്കുക മിക്കൂ? അയ്യോ എവിടെ ഇരിക്കുന്നു നോക്കപ്പൂ. ലാസ്റ്റ് ആ വട്ടനെ കമഴ്ത്തിയിട്ടിട്ട് മിക്കൂ അതാ കൊയ്യാക്കി നിന്നിട്ട് ഇരിക്കണം അല്ലേ. ഞാൻ പാൽപാത്രം എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ പൊടി കിടക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴുകിയിട്ട് വീണ്ടും കമഴ്ത്തി വെച്ചാണ്. അപ്പോൾ കറന്ന് കഴിഞ്ഞിട്ട് പാൽ ഒഴിക്കുന്നുണ്ട്. നല്ല തൂവെള്ള കളർ പാലില്ലേ. ഇനി പിന്നെ അഴിച്ചിട്ട് പുറത്ത് കെട്ടിയിട്ട് നമുക്ക് ഇവിടെ ക്ലീൻ ചെയ്യട്ടെ. കുഞ്ഞു നമുക്കിത് ഇവിടെ പണി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പാൽപാത്രത്തിൻ്റെ മൂടിയും നമുക്ക് പാൽപാത്രത്തിൻ്റെ മൂടിനെ കൊണ്ട് എവിടെയോ അതിൻ്റെ ഉള്ളിലാണ് പാമ്പുള്ളത്. എവിടെ പാൽപാത്രത്തിൻ്റെ മൂടി? ഇങ്ങോട്ട് മമ്മ എടുക്കുക അവിടെ. ഓ എൻ്റെ ഏറ്റവും അടിയിൽ കൊണ്ടിട്ടടാ. ഇതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കേട്ടാ. വേണ്ട നീറ്റാക്കിയിട്ട് ഇനി പിന്നെ കുറച്ച് കഴിഞ്ഞ് വെയിൽ വന്നിട്ട് അഴിച്ചു കേട്ടാ. ഇനി നമ്മുടെ അടുത്ത കൈക്കോട്ട് പരിപാടി എന്താണെന്ന് കാണിച്ചു തരാം കേട്ടാ. വേണ്ട നമ്മളിവിടെ വഴിയെടുത്തിടും. കോഴി വന്ന് ഇങ്ങനെ വെക്കണ്ട, അപ്പോൾ വെള്ളം പോകാണ്ട് ഇങ്ങനെ നിൽക്കണ്ട. അപ്പോൾ അത് നമുക്ക് ഒന്ന് ക്ലിയർ ചെയ്യാം കേട്ടാ. നമ്മൾ വഴിയെടുത്തിട്ടിട്ടുണ്ട് കേട്ടാ വെള്ളം പോകാനുള്ളത്. ഇത് കോഴി വന്ന് ചെനയ്ക്ക് ഇങ്ങനെ ആക്കും. ഇത് എടുത്തിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വെള്ളം കെട്ടി നിന്ന് സ്മെല്ല് വരും കേട്ടോ. അപ്പോൾ നമ്മളത് തൊഴുത്തും ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. പാല് കറന്നു കഴിഞ്ഞാൽ തൊഴുത്തിലെ പരിപാടി ഇതാണ് കേട്ടോ. നോക്ക് മിക്കു ഇവിടെ കുട്ടികൾക്ക് അവിടെ കളിക്കാൻ വേണ്ടി ഫുട്ബോൾ കളിക്കുന്ന കുട്ടികൾക്ക് ബോളില്ലാണ്ട് മിക്കുവിൻ്റെ ഫുട്ബോൾ കൊണ്ടായിട്ടാണ് പോയി കളിക്കുക. മിക്കു ആ ബോളൊക്കെ എടുത്തിട്ട് വന്നാൽ അവർ കളി കഴിഞ്ഞുകൊണ്ടിട്ടപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യലും പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കൈസ് കൊണ്ട് കൊടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈവനിങ്. ഞാൻ ഇന്ന് പാല് കറന്നിട്ടുള്ളൊരു കുഞ്ഞ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കറന്നിട്ട് കുറേ പേര് കണ്ടിട്ടില്ല പറഞ്ഞപ്പോൾ ഇന്നൊരു കുഞ്ഞ വീഡിയോ എടുത്താണ് കേട്ടോ.
അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ വന്നിരിക്കും. ബൈ.